അസ്സലാമലൈക്കും. കല്ലാത്തു കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിക്കൻ കൊണ്ടുള്ളൊരു തോരനാണ്. എപ്പോഴും ചിക്കൻ കറി വെച്ചും പൊരിച്ചും ഒക്കെ തിന്നാൽ മതിയാ, അതുകൊണ്ടൊരു തോരനും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ചു. ചിക്കൻ എല്ലില്ലാത്ത കഷ്ണം മഞ്ഞൾപ്പൊടിയിലും കുരുമുളക് പൊടിയിലും ഉപ്പിലും നല്ല കണക്ക് വേവിച്ചതാണ്. വേവിച്ചിട്ട് നമ്മൾ മിക്സിയിലിടാതെ കൈ കൊണ്ട് പിച്ചിയിട്ടതാണിത്. വേവിച്ചത് ചേരുവകൾ: ഒരു സവാള കൊത്തി അരിഞ്ഞത്, ഒരു പച്ചമുളക് ഞൊര അരിഞ്ഞത്, കരിയാപ്പില, അതിൻ്റെ അരപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, 2-3 അല്ലി വെളുത്തുള്ളി, അരപ്പ് ചേരുവകളാണ്. ഇവിടെ തേങ്ങ, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, ഒരു ശകലം മുളക് പൊടി, ഒരു 1/2 സ്പൂൺ ചെറിയ കുരുമുളകിട്ട് നമ്മൾ വേവിച്ചത് കൊണ്ട് നല്ല ഇറച്ചിക്ക് നല്ല എരിവുണ്ട്. എങ്കിലും നമ്മൾ 1/2 കരണ്ടി കുരുമുളക് പൊടിയും കൂടെ ഇടുന്നു. മസാല കൂട്ടെല്ലാം ഇടരുത്. പച്ച പെരിഞ്ചീരകം നമുക്ക് അരപ്പടിച്ചെടുക്കാം. തോരൻ നമ്മൾ കഴിക്കുമ്പോൾ ചിക്കനൊന്ന് കടിക്കണ്ടേ, അല്ലാതെ നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താൽ അത് കുഴഞ്ഞു പോകും. ഇതാകുമ്പം നല്ല രീതിയിൽ കിടക്കും. ചിക്കൻ പിള്ളേർക്ക് കൊടുക്കുമ്പം ചിക്കൻ ഉണ്ടെന്നുള്ളൊരിത് വരുമല്ലോ ചിക്കൻ തിന്നുമ്പോൾ. തോരൻ തിന്നും. എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് നല്ലൊരു തോരനാണത്. ശകലം കടുവിട്ട് വെള്ളമിട്ട് പച്ച ജീരകമേ അരക്കാവൂ. പച്ച പെരുംജീരകം. നമുക്ക് സവാളയും ഒരു പച്ചമുളകും ഞൊര അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ നോക്കിയിട്ടേ ഇടാവൂ, കാര്യം ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. എന്നാലും ഒരു ഉള്ളി ഒന്ന് പാടാൻ വേണ്ടി. ചിക്കൻ തോരനുണ്ടെന്ന് പറയാം. ഉള്ളി ഒരു അരപ്പാകം വാടിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന അരപ്പ്: പെരിഞ്ചീരകം, തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, ശകലം മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, അരപ്പിടാം. അതിനകത്ത് അരപ്പിട്ട് നമുക്കൊന്ന് അരപ്പിൻ്റെ പച്ചച്ചവ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിട്ട് നല്ല കണക്കൊന്ന് ഇട്ട് ഇതൊന്ന് കുഴഞ്ഞ് വരട്ടെ. എന്ത് നോക്കാം. നല്ല മണമൊക്കെ വരുന്നു. ഇതിൻ്റെ കൂടെ ഒരു പരിപ്പ് കറിയൊക്കെ ഉണ്ടെങ്കിൽ ചോറ് അടിപൊളിയാണ്. ചിക്കൻ തോരൻ റെഡി. കണ്ട, നല്ല ഒരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.